ഹായ് ഹലോ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. പൊറോട്ടയുടെ കൂടെയും ബട്ടർ നാനിൻ്റെ കൂടെയൊക്കെ അടിപൊളി ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ബട്ടർ ചിക്കൻ പ്രിപ്പയർ ചെയ്യാൻ 250 ഗ്രാം ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ മസാല കൂട്ടുകളെല്ലാം ഇട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിനായി കടായി അടുപ്പിൽ വെച്ച് 1/2 ടീസ്പൂൺ ബട്ടറും 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സ്പാച്ചില വെച്ച് നമുക്കൊന്ന് ചിക്കൻ്റെ പീസസ് ഒന്ന് മറിച്ചും തിരിച്ചും ഒന്നൊക്കെ ഇട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് പാകമായെന്ന് മനസ്സിലാക്കാം. നമുക്കിത് എണ്ണയിൽ നിന്നും വാങ്ങിയെടുക്കാം. ആ സെയിം ഓയിലിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി, സവോള, ജിഞ്ചർ ഗാർലിക്ക്, പച്ചമുളക് എന്നിവ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ വെജിറ്റബിളൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കാം. നമുക്ക് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ചെറിയ ടീസ്പൂൺ ജീരകം, ഒരു ചെറിയ ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കാം. മസാലയുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. നല്ല മഷി പോലെ അരച്ച് നമുക്ക് ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം കടായി അടുപ്പിൽ വെച്ച് കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് ഓയിലും കൂടി ചേർത്തിട്ട് അതിലേക്ക് 2 ഗ്രാമ്പു, ഒരു പൂവിൻ്റെ പകുതി, ഒരു പട്ട എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റുക. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ഇട്ട് ഒന്ന് മൂപ്പിച്ച് നമുക്ക് എടുക്കാം. ആ മസാലയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ക്യാപ്സിക്കത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ്റെ പീസസും കൂടി ഇട്ട് കൊടുക്കാം. കറി ഒരു 5 മിനിറ്റ് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും കുറച്ച് കസ്തൂരി മേത്തിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സ്റ്റൗ അണച്ച ശേഷം നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈസി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് എൻ്റെ ഒരു പുതിയ ചാനലാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.